ഞാൻ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ മുതൽ പ്രകൃതി ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടായ അപകട ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടത് ആശയക്കുഴപ്പങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തിച്ച് നിൽക്കുന്ന ജനങ്ങളെയുമാണ് എനിക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. But here for the first time I saw an organized and efficient effort to help and support those who were suffering. പക്ഷേ ഇവിടെയാണ് ഞാൻ കണ്ടത് സംഘടിതവും ഫലപ്രദവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം. വളരെ ക്രിയാത്മകമായി വ്യവസ്ഥാപിതമായി ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുകയുണ്ടായത്. These young men were directing traffic. They were showing us the way. They were taking care of people. They had set up volunteer kitchens. When we went to the area where survivors were temporarily sheltered, I saw them everywhere holding people's hands, providing comfort, providing assistance. ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു. അവർ ഗതാഗതം ട്രാഫിക് നിയന്ത്രിക്കുന്നത് കണ്ടു, അവർ വഴികാട്ടുന്നത് കണ്ടു, അവർ ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടു, അവർ പെട്ടെന്ന് അടുക്കളയൊരുക്കി ആളുകൾക്ക് അന്നം അവരെ ഊട്ടുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ഏത് രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സേവന സന്നദ്ധരായ ദുരിതബാധിതരായിട്ടുള്ളവരെ, വേദനിക്കുന്നവരെ, മുറിവേറ്റവരെ പല രീതിയിൽ സാന്ത്വനപ്പെടുത്തുന്ന, സഹായിക്കുന്ന, അവർക്ക് ശുശ്രൂഷ നൽകുന്ന ചെറുപ്പക്കാരെയാണ് എനിക്ക് ഈ മണ്ണിലെങ്ങും കാണുവാൻ സാധ്യമായത്. So I asked Rahul ji, who are these boys in the yellow shirts? ഞാൻ ചോദിച്ചു രാഹുൽജിയോട്, ആരാണ് ഈ ചെറുപ്പക്കാർ? And he told me that it was the white guard of the IUML. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് വെള്ളപ്പട്ടാളം എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. And you should be truly proud of yourselves. And I am truly proud of the work you did during this very, very difficult time for the people of Wayanad. നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുണ്ട്. അഭിമാനിച്ചു കൊള്ളുക. നിങ്ങളുടെ കാര്യത്തിൽ ഞാനും അഭിമാനിക്കുന്നു. വയനാടിലെ മണ്ണിൽ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളുടെ പേരിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആ ധവള സംഘത്തെ, ധവള പാറാവുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.